അതെ, നമ്മൾ കുട്ടപ്പായുടെ കഥയാണ് കേട്ടോ. കുട്ടപ്പായി എങ്ങനെയാണ് കിട്ടിയെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടപ്പായി എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് കിട്ടുന്നത്. കുട്ടപ്പായി ആഹാരവും ആഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കുക. പുള്ളിക്കിപ്പോൾ വയറൊക്കെ നിറഞ്ഞിട്ടിരിക്കുക. ഇപ്പം ചൂടാണ് ചിക്കൻ കേട്ടോ. പുള്ളിക്കാണ് ഇവിടെ ആദ്യം ഫുഡ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർക്ക് ഫുഡുള്ളൂ. അവന് പാത്രത്തിൽ കഴിക്കുന്നത് ഇഷ്ടമല്ല. അവനിങ്ങനെ ചോറൊന്നും കഴിക്കത്തില്ല പുള്ളി. ഇങ്ങനെ ചിക്കൻ്റെ പീസോ ഫുഡോ അങ്ങനെ മുട്ട കഴിക്കത്തില്ല. പാർലേജിയുടെ ബിസ്ക്കറ്റ് കഴിക്കും. അതുകൊണ്ടിപ്പം ആ ചിക്കൻ ചൂടായിരുന്നു, വയറൊക്കെ നിറഞ്ഞിട്ടിരിക്കുക. ഇപ്പോൾ കണ്ടോണം, അതും എടുത്തുകൊണ്ട് പോവും പുള്ളി. അതിൽ ആദ്യം കുറച്ച് തുപ്പലൊക്കെ ഇങ്ങനെ പുരട്ടി വെക്കും. അത് കേടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. തിരിഞ്ഞു നോക്കുന്നത് കോഴിയെയാണ് നോക്കുന്നത്. കോഴി പുള്ളിയുടെ ശത്രുവാണ്. കാരണം ഇങ്ങനെ കൊണ്ടുവെക്കുന്നതൊക്കെ കോഴി എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ കണ്ടോണം, പോകുന്ന കണ്ടോണേ. അത് എവിടെയെങ്കിലും ഒരു സേഫായ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കാനായിട്ട് പോവുകയാണേ. ഇങ്ങനെ പോവുക. പുള്ളിക്ക് തിരിഞ്ഞൊക്കെ നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. പോയി അവിടെ പോയി നോക്കുക, എവിടെ വെക്കണമെന്ന് നോക്കുവാണേ. നോക്കിക്കേ, പുള്ളി സേഫായ ഒരു സ്ഥലം നോക്കുക. ഇങ്ങനെ ആ പുള്ളിയുടെ ഒരുപാട് സമ്പാദ്യം ഇവിടെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കുഴിച്ചു വെക്കും. പിന്നെ പുള്ളി അതങ്ങ് മറന്നു പോകും, ആവശ്യം വരുന്നില്ല. എന്താണ്ടിപ്പോൾ കണ്ടണം, ആ മാവിൻ്റെ ഒട്ടി പുള്ളി ആ സ്ഥലം കണ്ടുപിടിച്ചു. നല്ലൊരു കുഴി എടുക്കും കേട്ടോ. നല്ലൊരു കുഴി എടുത്തിട്ട് ആ വായിക്കകത്തിരിപ്പുണ്ട് ആ ചിക്കന്. അതെല്ലാം തുപ്പലൊക്കെ പുരട്ടി വെച്ചേക്കുക, കേടാകാതിരിക്കും. എന്താണ്ട് ആ ചിക്കൻ അതിനകത്ത് വെച്ചു. എന്നിട്ടിനി മൂക്കിട്ട് മണ്ണിട്ട് നല്ലോണം മൂടും. നല്ലൊരു കുഴിയാണ് എടുത്തത്. നല്ലോണം മൂടി അതവിടെ വെക്കും. കാരണം എന്താണെന്നറിയാം, പുള്ളി എനിക്ക് 2 വയസ്സായപ്പോഴേ കുഞ്ഞിനെ എനിക്ക് കിട്ടുന്നത്. അവൻ ശരിക്കും വിശപ്പിൻ്റെ വില അറിയാം അവന്. അപ്പോൾ അന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഫുഡ് കിട്ടുമ്പോൾ ബാക്കി വരുന്നത് അവൻ അങ്ങനെ ശേഖരിച്ച് അതൊരു ശീലമായിപ്പോയി. ഇപ്പോഴും അവന് അതിൻ്റെ ആവശ്യമില്ല, എങ്കിൽ പോലും അവൻ ആ ഫുഡ് ഇങ്ങനെ കൊണ്ടുപോയി വെക്കും. എപ്പം ഫുഡ് ബാക്കി വന്നാലും അവിടെ ഇവിടെയും കളയത്തില്ല. ഇവിടെ വേറെ അവന്മാരൊക്കെ ഉണ്ട്, അവന്മാരൊക്കെ തിന്നു കഴിഞ്ഞാൽ ആണ്ടില്ല ബാക്കി വന്ന് അവിടെ തട്ടിക്കളയും. പക്ഷേ ഇവനാണെങ്കിൽ അതവന് വിശപ്പിൻ്റെ വില അറിയുന്നവർക്ക് അതിന് അങ്ങനെ ചെയ്യാൻ തോന്നത്തുള്ളൂ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ കഷ്ടം തോന്നും. പക്ഷേ ഇപ്പോഴും ഭയങ്കര അനുസരണയാണ്, ഭയങ്കര ഡിസിപ്ലിനും. ആര് പഠിപ്പിച്ചു കൊടുത്തതാണോ, എന്തോ സ്നേഹമാണെന്നറിയാവോ. നമ്മളൊക്കെ എന്തോരം ആഹാരമാണ് വേസ്റ്റാക്കി കളയുന്നതല്ലേ. തെരുവിൽ ഒരുപാട് ഡോഗ്സ് ഉണ്ട് ആഹാരം കിട്ടാതെ കിടക്കുന്ന. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ കോഴിയൊന്നും നമ്മുടെ വീട്ടിലില്ല, വെറുതെ കളയുവാണെങ്കിൽ അതൊരു കവറിലാക്കി വെളിയിൽ എവിടെയെങ്കിലും വെച്ചാൽ ഏതെങ്കിലും ഡോഗ് കഴിച്ചോളും. നമ്മളെന്തിനാണ് ഫുഡ് വേസ്റ്റാക്കുക?